Hello everyone, welcome to Disha Banking channel. നമ്മുടെ SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നല്ല വേക്കൻസീസ് ആണ്. കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ച് കുറവാണ് എങ്കിലും അത്യാവശ്യം നല്ല വേക്കൻസീസ് ആണ് ഇപ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യരുത് ഒരിക്കലും. കാരണം ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് ബിസി ആവാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന ഫോം ഫില്ലപ്പ് എങ്ങനെയാണ്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. ഫോട്ടോസ് ആണെങ്കിലും സൈൻ ആണെങ്കിലും തമ്പ് ഇംപ്രഷൻസ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് അതിൽ കാണാം. അപ്പൊ SBI ക്ലർക്കിന്റെ പ്രിലിമിനറി എക്സാമിനേഷന്റെ ഫോം ഫില്ലപ്പ് വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ sbi.co.in സെർച്ച് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. sbi.co.in. സോ ഞാനത് കാണിച്ചു തരാം. ഞാൻ ഗൂഗിളിൽ sbi.co.in ചെയ്തു. സോ എന്നിട്ട് ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ SBIയുടെ ഒഫീഷ്യൽ സൈറ്റ് ഓപ്പൺ ആവും. ആ ഒഫീഷ്യൽ സൈറ്റില് ഓക്കെ, ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ സൈറ്റ്. ഈ ഒഫീഷ്യൽ സൈറ്റിൽ നമുക്ക് കരിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അത് സെലക്ട് ചെയ്യണം. കരിയേഴ്സ് താഴെ വന്നിട്ട് ഓക്കെ, അപ്പൊ ഓപ്പൺ ആവുന്ന ഒരു വിൻഡോയില് നമുക്ക് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആയിരിക്കും. ജോയിൻ SBI കറണ്ട് ഓപ്പണിംഗ് സെലക്ട് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഓപ്പണിംഗ് ആയിട്ടുള്ളത് റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ അസോസിയേറ്റ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് അപ്ലൈ ഓൺലൈൻ. അതായത് SBI ക്ലർക്ക് എന്നായിരിക്കില്ല, ജൂനിയർ അസോസിയേറ്റ്സ് എന്നായിരിക്കും കിടക്കുന്നത്. സോ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ 26/8 ആണ്, ഓഗസ്റ്റ് 26 ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യാം. സോ അപ്ലൈ നൗ കൊടുക്കുക. നോക്കി, റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ അസോസിയേറ്റ്സ് കസ്റ്റമർ സപ്പോർട്ട്സ് ആൻഡ് സെയിൽസ് അഡ്വർടൈസ്മെന്റ് ആണ്. സോ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് എൻറ്റർ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആവും. നോക്കി, നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്റ്റേജസ് നോക്കി. ബേസിക് ഇൻഫർമേഷൻ, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ്, പ്രിവ്യൂ, അപ്ലോഡ്സ്, പേയ്മെന്റ്, അങ്ങനെ 6 പ്രോസസ് ആണുള്ളത്. ബേസിക് ഇൻഫർമേഷൻസ് കൊടുക്കണം, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ കൊടുക്കണം, പിന്നെ കുറെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ഓരോന്നോരോന്നും അപ്ലൈ ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് പേജസിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ അപ്ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? സ്ക്രീൻ വിസിബിൾ ആണല്ലോ. എന്റെ PPT ഉണ്ട്, അതിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ബേസിക് ഇൻഫർമേഷൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് നെയിം. ഇപ്പം നമ്മുടെ നെയിം ABB, ഒരു മിഡിൽ നെയിം ഉണ്ട്, ദെൻ CC. ഇങ്ങനെയാണെങ്കിൽ കൺഫേം ഫസ്റ്റ് നെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കൺഫേം ഫസ്റ്റ് നെയിമിൽ നോക്കി, ഇത് ചെയ്തപ്പോൾ തന്നെ ഫുൾ നെയിം വന്നു. കാരണം അതായത് നിങ്ങൾക്ക് മിഡിൽ നെയിമും ലാസ്റ്റ് നെയിമും ഒന്നും കൊടുക്കേണ്ട. ലാസ്റ്റ് എന്ത് വന്നിട്ടുണ്ട്, ലാസ്റ്റ് ഡേറ്റ വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നെയിം കൊടുക്കുമ്പോൾ തന്നെ മിഡിൽ നെയിമും ലാസ്റ്റ് നെയിമോട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് ഓക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത് തന്നെ നമുക്ക് ഒന്നുകൂടെ കൊടുക്കാം. സോ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചതാണ്. ഇനി മൊബൈൽ നമ്പർ ഉണ്ട്. ഓക്കെ, 10 ഡിജിറ്റ്സ് മൊബൈൽ നമ്പർ. എന്നിട്ട് മൊബൈൽ നമ്പർ കൺഫേം ചെയ്യണം, ഓൾട്ടർനേറ്റീവ് നമ്പർ കൊടുക്കണം. ഓക്കെ, മാൻഡേറ്ററി ഫീൽഡ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് പോകണം കേട്ടോ. എന്നിട്ട് മെയിൽ ID കൊടുക്കണം. ഇപ്പം gmail.com ആണെങ്കിൽ ഇപ്പം മെയിൽ ID കൊടുത്തിട്ട് 123@gmail.com എന്നാണെങ്കിൽ 123@ ആ ഡൊമൈൻ നെയിം കൊടുക്കണം. ജിമെയിൽ ആണെങ്കിൽ ജിമെയിൽ, ഹോട്ട്മെയിൽ ആണെങ്കിൽ അങ്ങനെ അതും കൂടെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. എന്നിട്ട് enter the word in the text box, email ID കൺഫേം ചെയ്യുക, സെക്യൂരിറ്റി കോഡ് ടൈപ്പ് ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇതാണ് നമ്മുടെ
ഫസ്റ്റ് പ്രോസസ്. ക്ലിയർ ആണല്ലോ ഇത്രയും? ഓക്കെ, ഇനി ഇത് ഇത്രയും ഫില്ല് ചെയ്താലേ നമുക്ക് നെക്സ്റ്റ് വിൻഡോ ഓപ്പൺ ആവത്തുള്ളൂ. അതുകൊണ്ട് ബാക്കി നമുക്ക് നോക്കാം. സോ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് പാസ്വേഡ് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? സോ രജിസ്ട്രേഷൻ ചെയ്യുക. ഫസ്റ്റ് നെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് നെയിം, കൺഫേം ഫസ്റ്റ് നെയിം, ആ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും പോർഷൻസ് പിന്നീട് ഫില്ല് ചെയ്യേണ്ട. ആ ഫുൾ നെയിമും ഇവിടെ ഇങ്ങനെ കാണും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസ്. ബേസിക് ഇൻഫർമേഷൻസ് ഇനിയും ഉണ്ട്. രണ്ടാമത്തത് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ആണ് കേട്ടോ. അപ്പം ഇതായിരിക്കും അതിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ബേസിക് ഇൻഫർമേഷൻ, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, ഡീറ്റെയിൽസ്, പ്രിവ്യൂ, പിന്നെ നമുക്ക് കുറച്ച് അപ്ലോഡ്സ് ഉണ്ട്. ദെൻ ലാസ്റ്റ് ആണ് പേയ്മെന്റ്. ഇനി നോക്കുമ്പോൾ നമുക്ക് അടുത്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുണ്ട്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, കൺഫേം ചെയ്യാം. മൊബൈൽ നമ്പർ, ഓൾട്ടർനേറ്റീവ് നമ്പർ കൊടുക്കുക. മെയിൽ ഐ ഡി എന്ന് വെച്ചപ്പം ANAD@gmail, ആ ജിമെയിൽ എന്നുള്ള ഓപ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നത് അല്ലെ, gmail.com എന്നുള്ളത് നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്യാം. ദെൻ മെയിൽ ഐ ഡി കൺഫേം ചെയ്യുക. എന്നിട്ട് ഈ സെക്യൂരിറ്റി കോഡ് ഇവിടെ ടൈപ്പ് ചെയ്തിടാം. ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് പോവാം. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ. ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഇത് നോക്കേ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഈ ഫോട്ടോയുടെ സൈസ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ 4.5 സെന്റിമീറ്റർ 3.5 സെന്റിമീറ്റർ ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ഡേറ്റ തന്നിട്ടുണ്ട്, സൈസ് തന്നിട്ടുണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് ചൂസ് ഫയൽ കൊടുക്കുക. ചൂസ് ഫയൽ കൊടുത്തിട്ട് നിങ്ങൾ ആ ഒരു സ്കാൻ ചെയ്ത ഫോട്ടോഗ്രാഫി ഒരു ഫയലിൽ സേവ് ചെയ്യുക, അത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് പോർഷൻ. ഇനി ക്യാപ്ചർ ഇമേജ് എന്നുള്ളതാണ് സെക്കൻഡ്. ഇമേജ് ക്യാപ്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്ലിക്ക് ഹിയർ ടു സ്കാൻ ക്യാപ്ചർ ഫോട്ടോ, മനസ്സിലായോ? ക്യാപ്ചർ ഫോട്ടോ യൂസിങ് വെബ് ക്യാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ വഴിയും സ്കാൻ ചെയ്തെടുക്കാം. അപ്പൊ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ഫോട്ടോ സ്കാൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഇപ്പം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു ഇമേജ് അവിടെ വരുന്നതായിരിക്കും. എന്നിട്ട് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നോക്കി നിങ്ങൾക്ക് കാണാം, ഐ കൺഫേം ദാറ്റ് ദിസ് ഈസ് മൈ വാലിഡ് ഫോട്ടോ ആൻഡ് ആൾസോ അഗ്രി. അത് കൺഫേം ചെയ്യണം. ഓക്കെ, എന്നിട്ട് അടുത്തതെന്ന് വെച്ചാൽ സിഗ്നേച്ചർ സ്കാൻ ചെയ്യണം. ഓക്കെ, സിഗ്നേച്ചർ സ്കാൻ ചെയ്യണം. സിഗ്നേച്ചർ സ്കാൻ ചെയ്യാനായിട്ട് സ്കാൻ സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ്സ് അതും നിങ്ങൾ സേവ് ചെയ്തിട്ടേക്കണം കേട്ടോ. നിങ്ങളുടെ സിഗ്നേച്ചർ എന്താണെന്ന് വെച്ചാൽ സേവ് ചെയ്തിട്ടുന്ന ചൂസ് ഫയൽ കൊടുത്താൽ മതി. അതുപോലെ സിഗ്നേച്ചർ എന്തായിരിക്കില്ല, ക്യാപിറ്റൽ അല്ലെങ്കിൽ ബ്ലോക്ക് ലെറ്റേഴ്സ് ആയിരിക്കില്ല. എന്നിട്ട് അതും കൺഫേം ചെയ്യണം. ഇതിന്റെ വാലിഡ് സിഗ്നേച്ചർ ആണെന്നുള്ളത് കൺഫേം ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത പ്രോസസ്. എന്നിട്ട് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അടുത്തൊരു ഓപ്ഷനിലോട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റേജും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാല് ബേസിക് ഡീറ്റെയിൽസ് ആണ്. ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പം നമുക്ക് നോക്കാം ബേസിക് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ബേസിക് ഡീറ്റെയിൽസിൽ വരുന്നത് നോക്കേ, സർക്കിൾ preference 1 for allotment if selected, circle preference 2 for allotment if selected. അതെന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ സെലക്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. സെലക്ട് ഓപ്ഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് അത് സെലക്ട് ചെയ്യാം. അപ്പൊ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ട്രിവാൻഡ്രം ആണോ അങ്ങനെയുള്ള സർക്കിൾ എസ്പിയുടെ ആ ഒരു സർക്കിളിന്റെ ഇത് കാണും. നിങ്ങൾ ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രം അപ്ലൈ ചെയ്യാം, തിരുവനന്തപുരം എന്ന് കൊടുക്കാനായിട്ട് പറ്റും. തിരുവനന്തപുരം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സർക്കിൾ സെലക്ട് ആവും. ദെൻ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. ഇനി അടുത്ത് നിങ്ങൾ ഫില്ല് ചെയ്യാനുള്ളത് സ്റ്റേറ്റ് ഓർ യൂണിയൻ, ഇത് ഇഫ് സെലക്ടഡ് ആണ് കേട്ടോ ഫോർ അലോട്ട്മെന്റ് 1. അതുകൊണ്ട് ഇഫ് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഇഫ് യു വാണ്ട് ടു അപ്ലൈ ഫോർ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കേരള എന്നുള്ളത് സെലക്ട് ചെയ്ത കേരള സെലക്ട് ആവും. അതുപോലെ ഒഫീഷ്യൽ ലാംഗ്വേജ്, ലോക്കൽ ലാംഗ്വേജ്, ഇപ്പൊ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് മലയാളമാണ് നിങ്ങളുടെ ലാംഗ്വേജ് എങ്കിൽ നിങ്ങൾക്ക് മലയാളം സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അതുപോലെ ഡു യു ഹാവ് 10th or 12th സ്റ്റാൻഡേർഡ് മാർക്ക് ഷീറ്റ്? യെസ് കൊടുക്കുക.
കാരണം നിങ്ങൾക്ക് ലാംഗ്വേജ് ചെക്ക് ചെയ്യാനായിട്ട് 10th സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ 12th സർട്ടിഫിക്കറ്റ് വേണം. അതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളത്. പിന്നെ കാറ്റഗറി ജനറൽ ആണോ, EWS ആണോ, OBSC ആണോ, ആ കാറ്റഗറി കൊടുക്കാം. ഓക്കെ, കാറ്റഗറി വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കൺഫർമേഷൻ ആണ്. സബ് കാസ്റ്റ് ഉണ്ടെങ്കിൽ സബ് കാസ്റ്റ് കൊടുക്കാം. ദെൻ ഐ കൺഫേം ദാറ്റ് ഐ എം ഇൻ എ. ഇപ്പൊ നിങ്ങൾ ഇത് സബ് കാസ്റ്റ് ഷുഡ് ബി സെയിം ആസ് മെൻഷൻഡ് ഇൻ സർട്ടിഫിക്കറ്റ്. കാസ്റ്റിലും സബ് കാസ്റ്റും ഒക്കെ മെൻഷൻ ചെയ്തിരിക്കുന്ന കണക്ക് നിങ്ങൾ ചെയ്യുക. അത് നിങ്ങളുടെ ഡിപ്പെൻഡ്സ് ഓൺ യു. ഓക്കെ, ഇനി ചില സ്പെഷ്യൽ കേസുകളാണ്. അതായത് നിങ്ങൾ ഡിസേബിലിറ്റി ഉള്ളവരാണോ, അതുപോലെ എന്തെങ്കിലും ട്രെയിനിങ് കഴിഞ്ഞവരാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ആർ യു ട്രെയിൻഡ് അപ്രന്റൈസ് ഓഫ് SB? നിങ്ങൾ അപ്രന്റൈസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എസ് കൊടുക്കുക. മോസ്റ്റ്ലി എല്ലാവരും നോ ആയിരിക്കും. അതുപോലെ തന്നെ എസ് ആണെങ്കിൽ ആ ടൈം പീരീഡ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കണം. എത്ര നാള്, എത്ര ഇയർ മുതൽ എത്ര ദിവസം തൊട്ട് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ അടുത്തത് ചോദിച്ചിരിക്കുന്ന ആർ എ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി ഓഫ് 40% ആൻഡ് എബോവ്. പേഴ്സൺ ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി ഉള്ളതാണെങ്കിൽ എസ് കൊടുക്കുക. ആ എസ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ഓപ്ഷൻ. നോ ആണെങ്കിൽ അത് ഫോളോ ചെയ്യാം. പിന്നെ അടുത്ത് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡിസബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് നമുക്ക് ബാധകമാണെങ്കിൽ മാത്രം ഫില്ല് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ വരാം. ഡു യു ഇന്റൻഡ് ടു യൂസ് ദ സർവീസ് ഓഫ് സ്ക്രൈബ് വേണമെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പം ഇതൊക്കെ ഡിസബിലിറ്റി ഉള്ളവരുടെ കേസാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ അത്രയും അങ്ങനെ പോകും. ദെൻ ഡിസബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പേജസ് ആണ് ദെൻ വരുന്നത്. അപ്പം അതൊന്നും ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർക്ക് മാത്രം. സ്പെഷ്യൽ ഡിസബിലിറ്റി കവർ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ നോ പറഞ്ഞങ്ങ് പോയാൽ മതി. ഇപ്പം ഇതില് പ്രത്യേകിച്ച് ഒന്നുമില്ല. കോമ്പൻസേറ്ററി ടൈം വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അതുപോലെ സോ ദെൻ റിലീജിയസ് മൈനോറിറ്റിയിൽ വരുന്നതാണോ, മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. റിലീജിയൻ ടു വിച്ച് യു ബിലോങ്. അപ്പൊ ഏത് റിലീജിയനിലാണ്, ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ, അങ്ങനെയുള്ള ഒരു ഡേറ്റ ഉണ്ട്. അപ്പൊ അത് കൊടുക്കുക. ദെൻ റിലീജിയസ് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണോ, മൈനോറിറ്റി ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. നാഷണാലിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ത്യൻ സെലക്ട് ചെയ്യുക. നാഷണാലിറ്റി ഇന്ത്യൻ സെലക്ട് ചെയ്യുക. ദെൻ ആർ യു സീക്കിംഗ് റിലാക്സേഷൻ അണ്ടർ വിഡോ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ്, അങ്ങനെ എന്തെങ്കിലും റിലാക്സേഷൻ നോക്കുന്നവരാണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. എക്സ് സർവീസ് മാൻ ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഡിസേബിൾഡ് എക്സ് സർവീസ് മാൻ ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ എക്സ് സർവീസ് മാൻ ആണെങ്കിൽ പീരീഡ് ഓഫ് സർവീസ് കൂടെ കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്തത് ആർ യു ഡിപ്പെൻഡന്റ് ഓഫ് സർവീസ് മാൻ കിൽഡ് ആൻഡ് ആക്ഷൻ, DXS. അപ്പൊ എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ സർവീസ് മാൻ അത് റിലേറ്റഡ് ആണെങ്കിൽ നോ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അപ്പൊ ഇതൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ എസ് ബിന്റെ ക്ലറിക്കൽ കാഡറെ പാർട്ടിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എസ്, അല്ലെങ്കിൽ നോ കൊടുക്കുക. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട്. ഇയർലി നമ്മുടെ SBയിൽ വർക്ക് ചെയ്തവരാണോ അല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ അപ്പൊ ഞാൻ ഇതെല്ലാം നോ കൊടുത്ത് പോവാണ്. അഡ്വേഴ്സ് റിപ്പോർട്ട് റിഗാർഡിംഗ് ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്. നോ ആണെല്ലാം നോ ചെയ്ത് കൊടുത്ത് പോയാൽ മതി. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. പിന്നെ സ്റ്റേറ്റോ യൂണിയൻ ടെറിട്ടറി വിച്ച് പ്രിലിമിനറി എക്സാമിനേഷൻ സെന്റർ ബിലോങ്, പ്രിഫറൻസ് 1 സ്റ്റേറ്റ് ഏതാന്ന് വെച്ചാൽ ഒന്ന് പ്രിഫറൻസ് കൊടുക്കാം. കേരള കൊടുക്കാം, സെലക്ട് ചെയ്തിട്ട് കേരള കൊടുത്താൽ മതി. പിന്നെ സ്റ്റേറ്റ് കോഡ് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് കോഡ് പ്രിഫറൻസ് നമ്മുടെ കേരളത്തിന്റെ 26 ആണ്, അത് 26 കൊടുത്താൽ മതി. ഓക്കെ, അത് കൊടുത്താൽ മതി. പിന്നെ സെന്റർ ഫോർ പ്രിലിമിനറി എക്സാമിനേഷൻ പ്രിഫറൻസ് എന്ന് പറയുന്നത് 1 നമ്മൾ കേരളയല്ലേ കൊടുത്താൽ, 2 നമുക്ക് സെന്റർ കൊടുക്കാനായിട്ട് കൊല്ലം കൊടുക്കാം. കൊല്ലം ആണെങ്കിൽ കൊല്ലം കൊടുക്കാം, ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രം കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പ്രിഫറൻസ് 2 രണ്ടാമത്തെ പ്രിഫറൻസ് കേരളം നമ്മൾ കൊടുത്തില്ലേ, വേണമെങ്കിൽ നമുക്ക് തമിഴ്നാട് കൊടുക്കാം. സ്റ്റേറ്റ് കോഡ് പ്രിഫറൻസ്, അപ്പൊ തമിഴ്നാടിന്റെ സ്റ്റേറ്റ് കോഡ് കൊടുക്കാം. പിന്നെ അതുപോലെ പ്രിഫറൻസ് 2ന്റെ സെന്റർ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, നാഗർകോവിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡേറ്റ കൊടുക്കാം. അതിന് സെലക്ട് ചെയ്താൽ മതി. അതിന്റെ സ്റ്റേറ്റ് കോഡ് പ്രിഫറൻസ്
കൊടുക്കുക. അപ്പൊ അങ്ങനെയാണ് നമുക്ക് പോണത്. അതുപോലെ തന്നെ അടുത്ത സ്റ്റേജ് വരുന്നത് നമ്മൾ മെയിൻ എക്സാമിനേഷന്റെ പ്രിഫറൻസ് ഏത് സെന്ററിലാണ് കൊടുക്കേണ്ടത്, അതുപോലെ യൂണിയൻ ടെറിട്ടറീസ് പ്രിഫറൻസ് 2 കൊടുക്കണം, അതുപോലെ സ്റ്റേറ്റ് കോഡ് കൊടുക്കണം. ഓക്കെ, സെന്റർ ഫോർ മെയിൻ എക്സാമിനേഷന്റെ പ്രിഫറൻസ് 2 കൊടുക്കുക. നിങ്ങൾക്ക് എവിടെയാണ് എക്സാം എഴുതാൻ താല്പര്യമുള്ളത്. അതുപോലെ ID പ്രൂഫ് നിങ്ങൾ ഏതാണോ ഹാജരാക്കുന്നത് അത് കൊടുക്കുക. നിങ്ങൾ ആധാർ ആണോ, വോട്ടേഴ്സ് ID ആണോ, അങ്ങനെയുള്ളത് കൊടുക്കുക. ഇപ്പൊ ആധാർ ആണെങ്കിൽ ആധാർ നമ്പർ കൊടുക്കുക. ഇവിടെ വോട്ടേഴ്സ് ID ആണ്, വോട്ടേഴ്സ് IDയുടെ നമ്പർ കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. മീഡിയം ഓഫ് പേപ്പർ ഇംഗ്ലീഷ് ആൻഡ് മലയാളം സെലക്ട് ചെയ്യണം കേട്ടോ. ഇംഗ്ലീഷ് ആൻഡ് മലയാളം സെലക്ട് ചെയ്യാം. ഇനി അടുത്ത പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേ, മന്ത്, ഇയർ ഓർഡറിൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ, ഡു യു ഹാവ് ടിൻ ബ്രദർ ഓർ സിസ്റ്റർ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അങ്ങനെ ആണെങ്കിൽ ടിൻ ബ്രദറിന്റെ പിന്നെ ജെൻഡറും അതുപോലെ തന്നെ നെയിമും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കൊടുക്കാറുണ്ട്, അത് കൊടുക്കാം. പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ് ആണ്, മാരീഡ് ആണോ, അൺമാരീഡ് ആണോ, വിഡോ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത ആധാർ കാർഡ് നമ്പർ ആണ്. കാർഡ് നമ്പർ കൊടുക്കുക. 12 digits ആണ് മാക്സിമം. ആധാർ വെരിഫിക്കേഷൻ, ആധാർ വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും യെസ് കൊടുക്കാം. ആധാർ വെരിഫിക്കേഷൻ. ദെൻ ഫാദേഴ്സ് ഫസ്റ്റ് നെയിം കൊടുക്കുക, ഫാദേഴ്സ് മിഡിൽ നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക. അതുപോലെ മദേഴ്സ് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഇരുന്ന് ഫില്ല് ചെയ്യേണ്ട. ഫസ്റ്റ് നെയിമിനകത്ത് തന്നെ മിഡിൽ ലാസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഫില്ല് ചെയ്യാം. മദേഴ്സിന്റെ അതുപോലെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഒറ്റയ്ക്ക് ഒരുമിച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അത് ഫില്ല് ആയിക്കൊള്ളും കേട്ടോ. ഫസ്റ്റ് നെയിമിലും കൊടുത്താൽ മതി. അതുപോലെ സ്പൗസ് ഉണ്ടെങ്കിൽ അതിന്റെ പേര് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. അപ്പൊ അതൊക്കെ ഈസി ആണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. പിന്നെ അഡ്രസ് 1, അഡ്രസ് 2 ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ് പിൻകോഡ് സഹിതം കൊടുക്കാം. അപ്പൊ അഡ്രസ്സിനകത്തൊന്നും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല. നിങ്ങളുടെ അഡ്രസ് ആണ് 1, 2, 3 എന്നുള്ള രീതിയിൽ കൊടുക്കേണ്ടത്. നിങ്ങളുടെ വീട്ടു പേര് അല്ലെങ്കിൽ സ്ഥലം, അങ്ങനെയല്ല PO, അങ്ങനെ ഡിസ്ട്രിക്ട്, ലാസ്റ്റ് ഡിസ്ട്രിക്ട് വരെ കൊടുത്ത് അഡ്രസ് നടത്തണം. അതുപോലെ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക, നിങ്ങളുടെ പിൻകോഡ് കൊടുക്കുക. എന്നിട്ട് സെയിം കറസ്പോണ്ടൻസ് അഡ്രസ് സെയിം ആണെങ്കിൽ സെയിം അഡ്രസ് കൊടുക്കുക. അപ്പൊ ഏകദേശം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഫിൽ ചെയ്യേണ്ടി വരും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇവിടെ നിങ്ങൾ പെർമനന്റ് അഡ്രസ് ആണോ, അങ്ങനെയുള്ള അഡ്രസ് ആണോ എന്നുള്ള ഡീറ്റെയിൽസും കൂടെ കൊടുക്കുക. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് ആണ്. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 750 rupees ആണ് നമുക്ക് എമൗണ്ട് വരുന്നത്. വീഡിയോ ഒന്ന് ഓഫ് ചെയ്യണം, നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെ. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എമൗണ്ട് എന്ന് പറയുന്നത് 750 ആണ്. എന്നിട്ട് നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിട്ട് മുന്നോട്ട് പോവാം. വീണ്ടും അടുത്ത നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ഇനി ഫില്ല് ചെയ്യാനുള്ളത്. അപ്പൊ അവിടെ നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫില്ല് ചെയ്യണം. അപ്പം ഫസ്റ്റ് കൊടുത്തേക്കുന്നത് വെച്ചാൽ ഗ്രാജുവേഷൻ ആണ്. സെലക്ട് ചെയ്യുന്നത് പാസ്ഡ് ആണോ, ഗ്രാജുവേഷൻ എന്നുള്ളത് പാസ്ഡ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഡിഗ്രി ഓർ സബ്ജക്ട് സ്ട്രീം, നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണെന്നുള്ളത്, സയൻസ് ആണെങ്കിൽ സയൻസ്, കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്, പഠിച്ച കോളേജിന്റെ നെയിം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് പാസിംഗ്, പെർസെന്റേജ് ഓഫ് മാർക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഡേറ്റ് ഓഫ് പാസിംഗ്, പെർസെന്റേജ് ഓഫ് മാർക്ക്, ക്ലാസ് സെലക്ട് ചെയ്യണം. സെക്കൻഡ് ക്ലാസ് ആണോ, ഫസ്റ്റ് ക്ലാസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യണം. പിന്നെ ഇന്റഗ്രേറ്റഡ് ഡുവൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾ അതും സെലക്ട് ചെയ്യണം. അതൊക്കെ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യണം. അല്ല പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്യണം. അങ്ങനെയാണ് ആ ഒരു പോർഷൻ പോകുന്നത്. അതുപോലെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസും കൂടെ ഇവിടെ ആ ടൈം പീരീഡ് സഹിതം നിങ്ങൾക്ക് ഫിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത്രയാണ് അവിടുത്തെ ഡീറ്റെയിൽസ്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് നമ്മുടെ ലാംഗ്വേജ് ആണ്. അതർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതർ ഡീറ്റെയിൽസ് തൽക്കാലം നമുക്കൊന്നും ഫിൽ ചെയ്യാനില്ല. അടുത്ത ലാംഗ്വേജ് ആണ് മലയാളം. ലാംഗ്വേജിനോട് മലയാളമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ റീഡ് ചെയ്യാനും ലാംഗ്വേജ് റൈറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും അറിഞ്ഞിരിക്കണം. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക കേട്ടോ. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ലിസ്റ്റുകളാണ് വരുന്നത്. ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഉണ്ട്.
ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഉണ്ട്, സെക്യൂരിറ്റി കോർഡിനേറ്റർ കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ തമ്പ് ഇംപ്രഷൻ ചൂസ് ഫയൽ എടുത്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും നിങ്ങൾ നേരത്തെ ഒരു JPG ഫോർമാറ്റിൽ സെറ്റ് JPG ഫോർമാറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ, ദെൻ ഇനി പേയ്മെന്റ് ആണ്. പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ 750 rupees ആണ്. സെക്യൂരിറ്റി കോഡ് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ പറ്റും. അപ്പം നമ്മുടെ ആ ഒരു ഫോം ഫില്ലപ്പ് കഴിഞ്ഞു. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു PDF നിങ്ങൾ ഇപ്പൊ ഫില്ല് ചെയ്തതെല്ലാം കൂടെ കണക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ഫോട്ടോയും അപ്ലോഡ് ചെയ്ത ഫോട്ടോയും ഇപ്പൊ വന്ന ഫോട്ടോയും അതുപോലെ നിങ്ങൾ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ആയിട്ടുള്ള ഒരു PDF നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഓക്കെ, എന്നിട്ട് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് വിത്ത് സൈൻ ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് രജിസ്ട്രേഷന്റെ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഫോം ഫില്ലപ്പ്. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓരോ പേജസ് ഞാൻ കാണിച്ചു തന്നെയാണ് പോയിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ നമ്മുടെ SBIയുടെ ക്ലർക്കിന്റെ IBPS ക്ലർക്കിന്റെ വീഡിയോ സീരീസ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ പോകുന്നുണ്ട്, യൂട്യൂബിൽ പോകുന്നുണ്ട്, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. സോ കാണാൻ താല്പര്യമുള്ളവർ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മസ്റ്റ് ആയിട്ടും കണ്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്, ബൈ.